ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുഞ്ഞു വ്ളോഗാട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി വീഡിയോ എടുത്താലോ എന്ന് അങ്ങനെ എടുത്താട്ടോ. പിന്നെ എൻ്റെ ഈ കഷ്ടപ്പാട് ദുരിതങ്ങളൊക്കെ എനിക്ക് നിങ്ങൾ കാണിക്കണം തോന്നിയപ്പം അങ്ങനെ എടുത്താട്ടോ. ഇപ്പോൾ ഈ +2 കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇങ്ങനെ നഴ്സിംഗ് എടുക്കണമെന്ന് ആലോചിക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ അവരുടെ പ്രത്യേകം പറയാൻ നഴ്സിംഗ് എടുക്കരുത്. കഷ്ടപ്പെടാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നഴ്സിംഗ് എടുത്ത് കുഴപ്പമില്ല, അല്ലാത്തൊരു നഴ്സിംഗ് എടുക്കരുത് ഞാൻ പറയത്തുള്ളൂ. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുത്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ മാങ്ങപ്പഴം കഴിച്ചു കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, തകർത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ മാങ്ങപ്പഴം കഴിച്ചാണ് ഇരുന്നു. പിന്നെ നല്ല അടിപൊളി ഷോട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മെസ്സിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് കേരള റൈസ് ആട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചെറുപയർ കറിയും പപ്പടും സ്ട്രോബെറി ഐസ്ക്രീം. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന മാങ്ങാച്ചാൻ, അപ്പോൾ മാങ്ങാച്ചാനും കൂട്ടി ഞങ്ങൾ കഴിച്ചിട്ടോ. പിന്നെ ഈ സ്ട്രോബെറി ഐസ്ക്രീം വായ വെക്കാൻ കൊടുത്തത് കഴിച്ചു, കാരണം ഒട്ടും ടേസ്റ്റ് ഇല്ല. നമ്മൾ ഈ ചെറുപ്പത്തിൽ ഈ കപ്പ് സിറപ്പ് ഇട്ടുള്ളൂ, കപ്പ് സിറപ്പിൽ ഇങ്ങനെ ഈ ഓരോ ഫ്ലേവർ ഉണ്ടാവുമല്ലോ, സ്ട്രോബെറി ഫ്ലേവർ അങ്ങനെയൊക്കെ. ആ ഒരു ടേസ്റ്റ് എനിക്ക് അത് കഴിച്ചപ്പോൾ നൊസ്റ്റ് അടിച്ചു പോയി ഗൈസ്. അതിപ്പോൾ ഞാൻ ഇവർക്ക് കൊടുത്തിട്ട്, ഇവർക്ക് ആരും ഐഷും ഈ മറ്റേ ഐസ്ക്രീമിൻ്റെ ഫാനാണ്. അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ കോളേജിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷേ 9 ഹോസ്റ്റലിൽ കയറണം, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ നേരത്തെ ഇങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ നടക്കാൻ ഇറങ്ങും കേട്ടോ. എനിക്ക് ഇഷ്ടമായി നടക്കാനായിട്ട്. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് സെൽഫി എടുക്കുന്നത്. അപ്പം സെൽഫി എടുത്തപ്പോൾ ഇതെല്ലാം കൊണ്ട് ബാക്കോട് തിരിഞ്ഞിരിക്കുന്നത്. അതിന് ശശിയൊക്കെ വേണ്ടി മാത്രം നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇവരൊക്കെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ പട്ടി എന്നെ നമുക്കിങ്ങനെ ചിരിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സ്നോ വൈറ്റ് കണ്ടില്ല. ഇവിടെയൊക്കെ മൃഗസ്നേഹികളാട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പട്ടികളെ ഇങ്ങനെ എടുത്തെറിയൂ, കല്ലെടുത്തെറിയും ചെയ്യത്തില്ല, ഇങ്ങനെ ഫുഡ് കൊടുക്കും കേട്ടോ. നമ്മുടെ നാട്ടിലടിക്കണം. എന്നിട്ട് വരെ എൻ്റെ വ്ളോഗ് നിന്നിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ കയറുവാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ റൊട്ടീൻ. വൈകുന്നേരം ഇങ്ങനെ എഴുത്ത് കാര്യങ്ങൾ, അത് ഫുഡ് റെഡി ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ, പിന്നെ ഫോളോ ചെയ്യാനൊക്കെ. ബൈ.